ഹലോ ഫ്രണ്ട്സ്, ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. ഞങ്ങളത് കാണാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ പുന്നപ്പുഴയിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള തീരദേശ ഹൈവേ കൂടെയാണ് ഞങ്ങളുടെ ഈ യാത്ര. നേരെ ചെല്ലുന്ന നമ്മുടെ ബീച്ചിലേക്ക് ചെന്ന് കയറും. ഈ റോഡ് നല്ല സ്മൂത്തായിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഫ്ലൈ ഓവർ ബ്രിഡ്ജിൻ്റെ എലിവേറ്റഡ് ഹൈവേ ബ്രിഡ്ജിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ സഞ്ചരിച്ച് നമ്മൾ ബീച്ചിലെത്തും. ഞങ്ങളപ്പോൾ ബീച്ചിലെത്തി. അത്യാവശ്യം നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റും. ഇത്തവണ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നേരെ കാണാൻ കയറിയത് നമ്മുടെ മറൈൻ എക്സ്പോയിലേക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടാനായിട്ട് ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ GPay ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് ടിക്കറ്റ് കരസ്ഥമാക്കി അകത്തേക്ക് കയറാം. ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ നിന്നത് റോബോട്ടിക് ഡോഗ് ആയിരുന്നു. അത്യാവശ്യം ഞങ്ങളായിട്ട് കുറച്ച് നേരം ഓരോരോ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തന്നു. ആദ്യം ഹായ് തന്നു, പിന്നീട് ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടോളൂ. ഇത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ അതിൽ നേരെ ചാടാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ കണ്ടോ, അങ്ങനെ അവൻ്റെ കളികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ടാറ്റ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ എൻട്രൻസിലേക്ക് കടന്നു. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്നു അവിടെ ഡോഗ് ടൈപ്പ് റോബോട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മീനുകളെ പറ്റി ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് സോങ്സ് ഇടുകയാണ്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് മത്സ്യകന്യയെ കാണാനായിട്ടാണ്. അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഇതായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. കുറേ നേരം എടുത്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് തന്നെ. ചുറ്റിനും ആൾക്കാരാണ്. രണ്ട് സൈഡിലും നിന്ന് കാണാം. ബട്ട് നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ എടുക്കാനായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കൂടുതലും ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ടുള്ള ഏരിയ ആയിരുന്നു. അവിടെ ഞങ്ങളൊന്നും കൂടുതൽ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ നേരെയാണ് വെളിയിലേക്ക് പോയി. പിന്നെ അവിടെ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ആക്ടിവിറ്റീസിൽ മോൻ കയറണമെന്ന് തന്നെ അതിൽ കയറി. പിന്നെ വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ഈ റൈഡും കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കയറാനും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെല്ലാം റൈഡാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തണേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.